ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജു ഹെൽപ്പ് ക്ലാസ്സസ്. 4ാം ക്ലാസ്സിലെ മലയാളത്തിൽ നമ്മൾ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ ഒരു കഥയോടുകൂടിയാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചത്. വളരെ മനോഹരമായ ഒരു കഥയാണ്. കുട്ടികൾക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോഴതുപോലെ സഹജീവികളോടുള്ള കരുണയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന മറ്റൊരു കഥ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. സ്നേഹം താൻ ശക്തി, അതാണ് ആ പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ കഥയുടെ ആശയം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ കുട്ടനും ലൈലയും 2 കുട്ടികൾ അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്കൂളൊക്കെ അടച്ചിട്ടുള്ള അവധിയാണ്. അപ്പോൾ അവർ കളിക്കുന്നതിനിടയിൽ ഒരു മൈന പറന്നു വന്ന് അവിടെ മുറ്റത്തുള്ള മരക്കൊമ്പിലിരുന്നു. അപ്പോൾ സാധാരണ അങ്ങനെ മൈനയൊന്നും കുട്ടികളെ അടുത്തേക്ക് ചെല്ലാറില്ല. അപ്പോൾ ഇത്ര പേടിയില്ലാത്ത ഒരു മൈനയെ ആദ്യമായിട്ടാണ് അവർ കാണുന്നതും ഇങ്ങനെ അവരുടെ അടുത്ത് വരുന്നതും. അപ്പോൾ കുട്ടൻ അതിനെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോഴത് പറന്ന് തൊട്ടടുത്തുള്ള മാവിൻ കൊമ്പിലിരുന്നു. ഇത് കുട്ടന് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ ഒരു തെറ്റാലിയെടുത്ത് മൈനയെ ഉന്നം നോക്കി അതിനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത് കണ്ട ലൈല പറഞ്ഞു, ചേട്ടാ, എന്തിനാണ് ആ പാവം മൈനയെ ഇങ്ങനെ കൊല്ലുന്നത്? ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കരുതെന്നല്ലേ അമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലൈലയുടെ ഈ വാക്ക് കേട്ട കുട്ടൻ തെറ്റാലിയും കല്ലും താഴെയിട്ടു. മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ കൊമ്പിൽ മാറി മാറിയിരുന്നു. ഉണങ്ങി മുരടിച്ച് നിന്ന ആ മാവിലകൾ കൊണ്ട് പൊതിഞ്ഞു. പൂക്കുലകളും കാണാറായി. ഈ ഒരു അനുഭവം നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് സാധാരണ മൈനയല്ല. ലൈല പറഞ്ഞു, മൈന പാടി തുടങ്ങിയപ്പോൾ ഉണങ്ങിത്തുടങ്ങിയ മാവ് പൂത്തു തളിർത്തിരിക്കുന്നു. അപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ഒരു പാട്ട് പാടി. ആ പാട്ട് ഇങ്ങനെയായിരുന്നു: സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ലോകത്തിൻ്റെ ആരംഭവും അഭിവൃദ്ധിയും സ്നേഹത്തിലാണ്. ലോകത്തിൻ്റെ ആനന്ദവും ശക്തിയും സ്നേഹത്തിൽ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്നേഹം തന്നെയാണ് ജീവിതം. സ്നേഹമില്ലാത്ത അവസ്ഥ മരണത്തിന് തുല്യമാണ്. കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് കവികൾ പാടിയത്. അങ്ങനെ മൈന വീണ്ടും വീണ്ടും ഈ പാട്ട് പാടിയപ്പോൾ കുട്ടികളും ഈ പാട്ട് കാണാതെ പഠിച്ചു. അവർ എവിടെ നിന്നെല്ലാം ആ പാട്ട് പാടിയോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്താണ് സംഭവിച്ച അത്ഭുതം? നല്ല ശോഭയും മണവും പൂക്കളും തേനുമുള്ള ചെടികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആ നാട് വസന്തത്തിലെന്ന പോലെ അതീവ സുന്ദരമായി തീർന്നു. കൂട്ടുകാർക്ക് കഥയുടെ ആശയം മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാം. കണ്ടെത്താം എഴുതാം എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം. കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ട്? മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടൻ്റെ അരികിൽ ഒരു മൈന വന്നിരുന്നു. കുട്ടൻ അതിനെ പിടിക്കാൻ ചെന്നപ്പോൾ അത് പറന്ന് അടുത്തുള്ള മാവിൻ കൊമ്പിൽ ഇരുന്നു. അതുകൊണ്ടാണ് കുട്ടൻ ക്ഷുഭിതനായത്. 2. ലൈലയ്ക്കും കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നാണ് കുട്ടനും ലൈലയ്ക്കും അമ്മ പകർന്നു കൊടുത്ത പാഠം. മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്താണ്? മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ കൊമ്പിലിരുന്നപ്പോൾ അതിൽ ഉണങ്ങിയും മുരടിച്ചും നിന്നിരുന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കുലകളും നിറഞ്ഞു.
ഇതാണ് മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം. മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട് ഏതാണ്? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. ഇതാണ് മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട്. ചേട്ടാ, ഇത് വെറും ഒരു മൈനയല്ല. എന്തുകൊണ്ടായിരിക്കാം ലൈല ഇങ്ങനെ പറഞ്ഞത്? ലൈലയുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഉണങ്ങി മുരടിച്ച ഇലകളുള്ള മാവിൽ പാട്ടുപാടി മൈന വന്നിരുന്നു. അപ്പോൾ പഴയ ഇലകളെല്ലാം കൊഴിഞ്ഞ് പുതിയ ഇലകളും പൂക്കളും മാവിലാകെ നിറഞ്ഞു. ഇത് കണ്ടാണ് അത് വെറും ഒരു മൈനയല്ല എന്ന് ലൈല പറഞ്ഞത്. മൈനയുടെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? മൈന പാടിയ പാട്ട് കുട്ടികൾ എവിടെ നിന്നെല്ലാം പാടിയോ അവിടെയെല്ലാം നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ ഉതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് മൈനയുടെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിനുണ്ടായ മാറ്റങ്ങൾ. അടുത്തത് അർത്ഥം കണ്ടെത്താം എന്നുള്ളതാണ്. പുതിയ പദങ്ങളാണ്. ക്ഷുഭിതൻ കോപിച്ചവൻ, ലാക്ക് ലക്ഷ്യം, ശോഭ ഭംഗി, അനുബന്ധം കൂട്ടിച്ചേർത്തത്, ജഗത്ത് ലോകം, പീഠ ഉപദ്രവം, വസന്തം പൂക്കാലം, അതായത് കാലങ്ങളിൽ ഒന്നാണ്, ഋതുക്കളിൽ ഒന്ന്, മൃദുലം മാർദ്ദവമുള്ളത്. അടുത്തത് വ്യത്യാസം കണ്ടെത്താം എന്നുള്ളതാണ്. ആ മുന്നിൽ ചേരുമ്പോൾ വാക്കുകൾക്ക് വിപരീത അർത്ഥം വന്നു ചേരുന്നത് നമുക്കിവിടെ ശ്രദ്ധിക്കാം. മറ്റു വാക്കുകളും ഇതുപോലെ മാറ്റി എഴുതൂ. നോക്കുക, സാധാരണം, ആ വാക്കിന് മുമ്പിൽ ആ ചേർത്തപ്പോൾ അത് അസാധാരണം എന്നായി. നീതി, അതിൻ്റെ ബാക്കിൽ ആ ചേർത്തപ്പോൾ അനീതി. ധർമ്മം, ആ ചേർത്തപ്പോൾ അധർമ്മം. സത്യം അസത്യം. ഇതുപോലെയുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്താമോ? പ്രത്യക്ഷം അപ്രത്യക്ഷം, ന്യായം അന്യായം. അടുത്ത പ്രവർത്തനം നിത്യചൈതന്യയതിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. 1924 നവംബർ 2 പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞകല്ലിൽ ജനനം. ജയചന്ദ്ര പണിക്കർ എന്നായിരുന്നു ആദ്യകാല പേര്. സന്യാസം സ്വീകരിച്ചപ്പോൾ പേര് നിത്യചൈതന്യയതി എന്നാക്കി. കേരളീയനായ ഒരു സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹം. വിദ്യാഭ്യാസം, ആരോഗ്യം, സാഹിത്യം, സംഗീതം, ചിത്രകല എന്നീ വിഷയങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം, സത്യത്തിൻ്റെ മുഖങ്ങൾ, നളിനി എന്ന കാവ്യശില്പം, തുമ്പപ്പൂ മുതൽ സൂര്യൻ വരെ, മനഃശാസ്ത്രം ജീവിതത്തിൽ, ജാതി മത ദൈവം എന്നിവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1999 മെയ് 14 അന്തരിച്ചു. ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക, അതിൻ്റെ ആശയം മനസ്സിലാക്കുക, ചോദ്യോത്തരങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.